أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. വലം യജ്അല്ലഹു അവിടെ കൂട്ടി ഓതണം. ഇദ്ഗാമു ബിലാ ഗുന്ന കാമിൽ, ഇദ്ഗാമു കാമിൽ ബിലാ ഗുന്ന എന്നതിന് പറയാം. അപ്പോൾ വലം യജ്അല്ലഹു ഇവജാ, ആ വാവ് ചെറിയൊരു വാവ്. അപ്പോൾ നമ്മൾ രണ്ട് ഹർക്കത്തിൽ ലഹു എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ഹർക്കത്തായി എന്നൊക്കെയാണ് കണക്ക്. വലം യജ്അല്ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ, ഖയ്യിമൻ ലിയുൻദിറ അല്ല, ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ. മില്ലദുൻഹു, മീൻ കട്ടിയുള്ള മീം, ഷദ്ദുള്ള മീം കഴിഞ്ഞ ഉടനെ തന്നെ ലാമുക്ക് കടക്കണം. മില്ല എന്ന് പറയണ്ട, മില്ല എന്ന് മണിച്ചുകൊണ്ട് പറയണ്ട. മില്ല അലത്തൂരും ഒറ്റടിക്ക്. മില്ലദുൻഹു, മില്ലദുൻഹു ഇവിടെ ഒന്നും മണിക്കാൻ പാടില്ല. ബഅസൻ ശദീദം, ശദീദം അവിടെ മണിക്കണം. അവിടെ ഇദ്ഗാമു ബി ഗുന്ന കാമിലാണ്. ബഅസൻ ശദീദം മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ, വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസനാ. അജ്റൻ ഹസന എന്നുള്ളിടത്ത് ഇൽഹാർ ഹഖീഖിയാണ്. അജ്റൻ ഹസന. ഇവിടെ അന്ന ലഹും അജ്റൻ അങ്ങനെ മണിക്കരുത്. അന്ന ലഹും അജ്റൻ ഹസന. ഇവിടെ ഹർഫ് മീം ഹർഫ് മുൽഹറാണ്. അതായത് ഇൽഹാറിൻ്റെ ഹർഫ് എന്നർത്ഥം. മീം ഹർഫ് മുൽഹറ എന്നാണ് പറയാം. അതുപോലെ മിൻ ലദുൻഹു എന്നുള്ളിടത്ത് മണിക്കാതെ ലദുൻഹു, അവിടെ നൂനുമ സുക്കൂനുണ്ട്. ലദുൻഹു അങ്ങനെ തന്നെ പറയണം. ഇവിടെയും ഇൽഹാർ ഹഖീഖിയാണ്, കാരണം ഇവിടെ ഹാ വന്നിട്ടുണ്ട്. ഓക്കെ. അന്ന ലഹും അജ്റൻ, ഇവിടെ ഇൽഹാർ ഷഫവി അല്ലെങ്കിൽ ഹർഫ് എന്താ പറയുക, ഹർഫ് മുൽഹറാണ്. അപ്പോൾ അതിനെ അന്ന ലഹും അജ്റൻ ഹസന, ഇവിടെ ഇൽഹാർ ഹഖീഖിയാണ്. മാകിസീന ഫീഹി അബദ, മാകിസീന സീസു, മാകിസീന ഫീഹി അബദ. വയുൻദിറല്ലദീന, യുൻദിറ എന്നുള്ളിടത്തും അൻസല എന്നുള്ളിടത്തും ഇഖ്ഫ ആണ്. ഇഖ്ഫ 15 അക്ഷരങ്ങളുണ്ട് ഇഖ്ഫാന്. അതിലിപ്പോൾ ഇപ്പോൾ ഇവിടെ സ എന്ന അക്ഷരമാണ്. റാ സാ കേട്ടിട്ട് സ എന്ന അക്ഷരം വന്നു. ഇവിടെ ദാല് വന്നു. അത് രണ്ടും ഇഖ്ഫാവിൻ്റെ അക്ഷരമാണ്. അപ്പോൾ അവിടെ മറച്ച് ഓതുക, തരിമൂക്ക് കൊണ്ട് ഓതുക. വയുൻദിറല്ലദീന അൻസല അലാ അബ്ദിഹി, വയുൻദിറല്ലദീന. ദാലിന് പുള്ളിയാണ്. ദാലിന് പുള്ളി ഉണ്ടാവുമ്പോൾ എന്താ പറയുക, കട്ടിയുള്ള ദാലല്ല, കട്ടില്ലാത്ത ദാലാണ് പറയേണ്ടത്. വയുൻദിറല്ലദീന ഖാലുത്തഖദല്ലാഹു വലദ, ഖാലുത്തഖദ എന്നുമല്ല, ഖാലു ഇത്തഖദ എന്നുമല്ല, ഖാലുത്തഖദ ഇവിടെ ഹംസത്തുൽ വസ്ലാണ്. ഖാലുത്തഖദല്ലാഹു വലദ മാലഹും ബിഹി മിൻ ഇൽമിൻ മാലഹും ബിഹി മിൻ ഇൽമിൻ വലാലി ആബാഇഹിം. ഇവിടെ മാലഹും ബിഹി എന്നുള്ളിടത്ത് ഈ മീമിനെ കണ്ടോ, ആ മീമിന് സുക്കൂനില്ല. അപ്പോൾ മീമിന് സുക്കൂനില്ലാതെ ബാ വന്നപ്പോൾ അതിനെ എന്ത് ചെയ്യണം, ഇഖ്ഫ ഒന്നിങ്ങനെ മറച്ച് മെല്ലെ ചുണ്ട് വല്ലാതെ കട്ടി പിടിക്കാതെ മാലഹും ബിഹി ഇഖ്ഫ. ആ മീമിൻ സുക്കൂനിനെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് തൊള്ള കൊണ്ട്, ഷഫവി എന്നാണ് തൊള്ള കൊണ്ട് ഇഖ്ഫ മറച്ചു വെച്ച് മണിച്ചു ഓതുക. മാലഹും ബിഹി മിൻ ഇൽമിൻ എന്നിട്ട് ഇൽഹാറാണ്. അവിടെ മണിക്കാൻ പാടില്ല. മിൻ ഇൽമിൻ വ, ഇവിടെ എന്താ പറയുക, ഇവിടെ ഇദ്ഗാമ് ബി ഗുന്ന നാക്കിസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് ഓതുക. മിൻ ഇൽമിൻ വലാലി ആബാഇഹിം,
ഇവിടെ ആബാഇഹിം എന്നുള്ളിടത്ത് മദ് മുത്തസിലാണ്. കബുറത്ത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, കലിമതൻ തഖ്റുജു ഇവിടെ മണിച്ചോദനം, കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. ഇവിടെയും ഇൻ യഖൂലൂന, അവിടെയും മണിച്ച് ഓതണം, മണിച്ച് മറച്ച് ഓതണം. ഇദ്ഗാമ് ബിഗുന്ന നാഖിസ് എന്ന് പറയും. യാ ഉമ്മലും വാ ഉമ്മലും ഇപ്പോൾ സുക്കൂനായ നൂന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം യാവോ വാവോ വന്നു കഴിഞ്ഞാൽ ഇദ്ഗാമ് ചെയ്തുകൊണ്ട് മണിച്ച് ഓതണം. അതിൻ്റെ പേരാണ് ഇദ്ഗാമ് ബിഗുന്ന നാഖിസ് എന്ന് പറയും. അത്തരങ്ങൾ അറബി പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാ ഉമ്മമാരോടും രക്ഷിതാക്കളോടും പറയാനുള്ളത്, വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ ജീവിതം മുഴുവനും വെളിച്ചമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ വീടും നിങ്ങളുടെ ജീവിതവും വെളിച്ചമായി തീരട്ടെ. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.